ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതം, അതുമല്ലെങ്കിൽ സാമ്പത്തികം, ഇതൊക്കെ ആയിരിക്കും അല്ലേ ഒരു ശരാശരി മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നു, അതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യ ഹൃദയം അതിന് ഭാവനാ പരിഹരം എന്നുമ്പോൾ ഭോഗവും അങ്ങനെ. നമ്മൾ എന്താണോ ഭാവന ചെയ്യുന്നത് അതാണ് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് അല്ലേ. അങ്ങനെ ബൈബിളിലും ഖുറാനിലും ഒക്കെ ഇതിന് സമാനമായ വചനങ്ങൾ അതിലുമൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ആചാരങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. അത് നമ്മൾ അമ്പലത്തിൽ പോകും, അർച്ചനയൊക്കെ നടത്തും, ഭഗവാനോട് പ്രാർത്ഥിക്കും അല്ലേ. അവിടെ പോയി കൈതൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് ഒരു ഫോക്കസ് നമ്മളവിടെ കൊടുക്കുവാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ അവിടെ സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം അവിടെ വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പൂമാല സമർപ്പിക്കും, അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ നമ്മൾ നേർച്ചയായിട്ട് നടത്തും. അതെന്താണ് സൂചിപ്പിക്കുന്നത്, നമ്മൾ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുകയാണ്, നന്ദി പ്രകടിപ്പിക്കുകയാണ്. നമുക്കൊരു കാര്യം, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നു, ആ നടന്നു കഴിയുമ്പോൾ അത് സാധിച്ചു തന്ന ഭഗവാനോടുള്ള നന്ദി നമ്മൾ അവിടെ പ്രകടിപ്പിക്കുകയാണ് അല്ലേ. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ കൂട്ടി ഭഗവാനെ എനിക്ക് ഇന്ന ആഗ്രഹം സാധിച്ചാൽ ഞാൻ ഇന്ന നേർച്ച നടത്താം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ മുൻകൂട്ടി പറയും, ആ ഒരു നന്ദി നമ്മളോട് ഭഗവാനോട് പ്രകടിപ്പിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോയി തേങ്ങ ഉടയ്ക്കും, അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ തലയ്ക്കൊക്കെ വട്ട ഒഴിഞ്ഞിട്ട് തേങ്ങ ഉടയ്ക്കും. ആ തേങ്ങ ഉടയ്ക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പല വ്യക്തികളും ഒരു കംഫർട്ട് സോണിലായിരിക്കും അല്ലേ. ആ കംഫർട്ട് സോണുകളെല്ലാം പൊട്ടിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനാണ് ആ ഒരു ആചാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ആചരിക്കുന്നുണ്ടോ അതെല്ലാം പണ്ട് പുരാതന കാലം മുതൽ ഈ ഭൂമിയിൽ നിലനിന്നിരുന്നതും നമ്മുടെ പൂർവികരൊക്കെ പ്രാക്ടീസ് ചെയ്തു വന്ന് അത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. പലരുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പം പെട്ടെന്ന് ആരോ കണ്ടെത്തിയതാണ്, അല്ലെങ്കിൽ റോണ്ടാ ബേണോ അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ജോസഫ് മർഫിയോ ഒക്കെ കൊണ്ടുവന്ന ഒന്നായിട്ടാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് അത് അങ്ങനെയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തിയപ്പോഴാണ് ആ ഒരു കാര്യം അവർ നമ്മളിലേക്ക് എത്തിച്ചത്. യഥാർത്ഥത്തിൽ അവരും അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, എപ്പോഴും എല്ലാവരിലും അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സാരം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരം പുതിയ പുതിയ അറിവുകളുമായിട്ട് തീർച്ചയായിട്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.